നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. തീരാതെ ഡീൽ വിവാദം, കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടാക്കിയത് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി. CPM BJP ഡീൽ ആവർത്തിച്ച് VD സതീശൻ. നാടുനീളെ വ്യഭിചരിച്ചു നടന്നവരെ പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. PT കുഞ്ഞുമുഹമ്മദിന് എതിരായ പീഡന പരാതി മുഖ്യമന്ത്രി പൂഴ്ത്തിയെന്ന് പ്രതിപക്ഷ നേതാവ്. G സുധാകരന് എതിരായ പരാമർശത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ചെറ്റ എന്ന് വിളിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ ചെറ്റത്രം എന്നാണ് ഉദ്ദേശിച്ചതെന്നും വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ആകെ ലഭിച്ച 2125 പത്രികകളിൽ 337 പത്രികകൾ തള്ളി. പരാതികൾ തള്ളി VD സതീശന്റെ പത്രിക സ്വീകരിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഇടത് വലതു മുന്നണികൾ. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുന്നത് നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ടതിന്റെ പ്രാധാന്യം ട്രംപ് മോദിയെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. പ്രതിസന്ധി മറികടക്കാൻ സമയം വേണ്ടിവരുമെന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രി. സമാധാനത്തിന് ഇറാന് ഒരു അവസരം കൂടി നൽകുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മതം മാറിയവർക്ക് പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് സുപ്രീം കോടതി. പട്ടികജാതി പദവി ഹിന്ദു, സിഖ്, ബുദ്ധ മതസ്ഥർക്ക് മാത്രമെന്ന് കോടതി. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കരുതെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിൽ. തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റിയെന്നും ശബരിമല യുവതീ പ്രവേശന കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ട്രാൻസ്ജെൻഡർ ബിൽ പാസാക്കി ലോക്സഭ. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികളിൽ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഉത്തരവ് കോടതിയലക്ഷ്യ ഹർജി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലിൽ. ഓടക്കാലി, മഴുവന്നൂർ, ചെറുകുന്നം തുടങ്ങിയ പള്ളികളിൽ തൽസ്ഥിതി തുടരാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ആകെ ലഭിച്ച 2125 പത്രികകളിൽ 337 പത്രികകൾ തള്ളി. നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചു. കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞിമോന്റെ 2 പത്രികകളും സ്വീകരിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചതിനെതിരെ UDFും LDFും കോടതിയെ സമീപിക്കും. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ 2125 പത്രികകളിൽ 1637 പത്രികകൾ സ്വീകരിച്ചു. 337 പത്രികകളാണ് തള്ളിയത്. ഇതിൽ അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരന്റെ അപരന്റെ പത്രികയും ഉൾപ്പെടുന്നുണ്ട്. നേമത്തെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന UDFന്റെ പരാതിയിൽ മാറ്റിവെച്ച നാമനിർദ്ദേശ പത്രിക പിന്നീട് സ്വീകരിച്ചു. ബംഗളൂരുവിലെ വീടിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല കോൺഗ്രസ് ഉന്നയിച്ച പരാതി വരണാധികാരി തള്ളി. പത്രിക സ്വീകരിച്ചതിനെതിരെ UDFും LDFും കോടതിയെ സമീപിക്കും. ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷ വാർത്ത. കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോന്റെ 2 പത്രികകളും സ്വീകരിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും RSP ലെനിനിസ്റ്റ് സ്ഥാനാർത്ഥിയായുമാണ് കുഞ്ഞുമോൻ പത്രിക നൽകിയിരുന്നത്. ഭരണഘടനാ ലംഘനമാണ് സ്ഥാനാർത്ഥി നടത്തിയതെന്നും 2 പത്രികകളും തള്ളണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം. എന്നാൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം റിട്ടേണിംഗ് ഓഫീസർ 2 നാമനിർദ്ദേശ പത്രികകളും അംഗീകരിക്കുകയായിരുന്നു. 26-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അതിനുശേഷമാകും യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. പത്രികയിൽ യഥാർത്ഥ വരുമാനം കാണിച്ചില്ലെന്നും വിവരങ്ങൾ മറച്ചുവെച്ചെന്നും ആരോപിച്ച് LDFും NDAയും നൽകിയ പരാതികൾ വരണാധികാരി തള്ളുകയായിരുന്നു. സതീശൻ നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്ന് വിലയിരുത്തിയാണ് പത്രിക സ്വീകരിച്ചത്. എന്നാൽ കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുന്നത് നാളത്തേക്ക് മാറ്റി. സ്വർണത്തിന്റെ വില, ഭാര്യയുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ വില ജനങ്ങളോട് പറയണ്ടേ?
എല്ലാ മനുഷ്യർക്കും അറിയാം സ്വർണത്തിന് 1,05,800 രൂപയാണ് ഇന്നലത്തെ വില എന്നുള്ളത്. അതെല്ലാം കൂടി കുറച്ച് കാണിച്ചാൽ നുണ പറയാൻ പാടുണ്ടോ? ഇതെല്ലാം കൃത്യമായിട്ട് തെളിവുകൾ സഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സുധാകരനെ ചെറ്റയെന്ന് വിളിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെറ്റത്തരം എന്ന വാക്ക് എന്നാണ് അശ്ലീലമായി മാറിയതെന്നും അദ്ദേഹം ഇടുക്കി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ജി സുധാകരനെതിരായ പരാമർശത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. താൻ സുധാകരന്റെ രാഷ്ട്രീയ ചെറ്റത്തരത്തെയാണ് വിമർശിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ എല്ലാം ഭാഗം കേട്ടോ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതെന്താ? ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരായ KC വേണുഗോപാലിന്റെ പരാമർശത്തിനും മറുപടിയുണ്ടായി. സമനില തെറ്റിയത് തനിക്കല്ല, ആർക്കാണ് സമനില തെറ്റിയതെന്ന് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. നടിയെ ആക്രമിച്ച സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഒപ്പമാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. നാട് മുഴുവൻ വിഭജിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു? അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്. അമൃത ന്യൂസ്, ഇടുക്കി. എല്ലാ മണ്ഡലത്തിലും CPM BJP ഡീൽ എന്ന ആരോപണത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് അസംബന്ധവും എഴുന്നള്ളിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഒരു മടിയുമില്ല. AKG പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസിനും RSSനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു നാണവും ഉളുപ്പും ഇല്ലാതെയാണ് പ്രതിപക്ഷ നേതാവ് നുണ പ്രചരിപ്പിക്കുന്നത്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും പിണറായി വിജയൻ പറഞ്ഞു. അത്ര പച്ചയായി RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി. ഒരു നാണോ ഉളുപ്പും ഇല്ലാതെ അതെല്ലാം ചെയ്തവരാണ്. കേരളത്തിൽ എന്തെല്ലാം അനുഭവം, എല്ലാത്തിൻ്റെയും ലീസ്റ്റ് ഞാൻ അവതരിപ്പിക്കണം. എന്നാൽ ഡീൽ ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് ആരാണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. CPM BJP ഡീൽ വ്യക്തമാണെന്നും VD സതീശൻ പറഞ്ഞു. ഏറ്റുമാനൂർ എന്തായിരുന്നു? ഏറ്റുമാനൂർ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയില്ല. 2020 ഏറ്റുമാനൂർ BJP വോട്ട് പിടിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. തൃപ്പൂണിത്തുറയിൽ 23,000-ലധികം വോട്ട് BJP പിടിക്കുകയും BJP തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിക്കുകയും ചെയ്ത സ്ഥലമാണ്. പൊളിറ്റിക്കൽ ഡീൽ പുറത്തുവന്നതിന്റെ അസ്വസ്ഥതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തല. BJPയുമായി സർക്കാർ ഡീൽ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം കോന്നിയിൽ PR ഏജൻസി ഇല്ലാത്തതുകൊണ്ട് പിണറായി വിജയന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും കാരണമാണ് പലരും CPMൽ നിന്ന് പുറത്തുവരുന്നത്. പരസ്യത്തിന്റെ പേരിൽ കിഫ്ബി വ്യക്തികൾക്ക് പണം നൽകിയതിൽ UDF അധികാരത്തിൽ വന്നാൽ അന്വേഷണം നടത്തും എന്നും രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. ഇപ്പോൾ PR ഏജൻസി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. കോന്നിയിൽ വെച്ച് PR ഏജൻസി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ ചെമ്പ് തെളിഞ്ഞത് അവിടെയാണ്. അതിനിടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോൾ തെളിയുന്നുണ്ട്. മോഹൻലാലിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന പിണറായി വിജയൻ എന്നെ കോന്നി വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. ഡീൽ ലീഗും BJPയുമായാണെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. മറ്റത്തൂർ ഇതിന് ഒരു ഉദാഹരണമാണ്. ഗുരുവായൂരിൽ BJP വോട്ട് കോൺഗ്രസിന് കിട്ടിയോ ഇല്ലയോ എന്നത് അവർ പറയട്ടെ. UDFന് 6,000 വോട്ടുകൾ വർദ്ധിച്ചു. ഗോപാലകൃഷ്ണന്റെ പത്രിക തള്ളണമെന്ന് ആവശ്യപ്പെട്ടത് LDF മാത്രമെന്നും KV അബ്ദുൽ ഖാദർ തൃശൂരിൽ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയത്
ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അവരുടെ പത്രിക സാങ്കേതിക കാരണം പറഞ്ഞ് റിട്ടേണിംഗ് ഓഫീസർ തള്ളി. അപ്പോൾ അവർക്ക് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നപ്പോൾ ഒരു ദിലീപ് നായർ എന്ന് പറഞ്ഞ കക്ഷിയെ സ്വതന്ത്രനായി കൊടുത്തയാളെ അവർ NDA സ്ഥാനാർത്ഥിയായി പിന്നീട് നിശ്ചയിക്കുക. CPM BJP ഡീൽ ആവർത്തിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്തുന്ന പിണറായി വിജയൻ പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. ലാവ്ലിൻ കേസും സ്വർണ്ണക്കൊള്ളക്കടത്തും ഇപ്പോൾ ആവിയായി. സ്റ്റേജിൽ നിന്ന് പിണറായി കാണിച്ചത് ഏകാധിപത്യ ശൈലിയാണെന്നും സണ്ണി ജോസഫ് വിമർശിച്ചു. K. സുധാകരന്റെ പിന്തുണയിൽ തനിക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് പറഞ്ഞ സണ്ണി ജോസഫ് K. സുധാകരനെ കാണുന്നതിന് മാധ്യമങ്ങളെ വക്കാലത്ത് വേണ്ട എന്നും പ്രതികരിച്ചു. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന ചോദ്യത്തിന് കടക്കുപുറത്ത് എന്ന് പറയാത്ത മുഖ്യമന്ത്രി കോൺഗ്രസിന് ഉണ്ടാവുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. BJPക്കെതിരായി ശക്തമായി പ്രസംഗിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 30-ലധികം കേസുകൾ, 36 കേസുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. BJP നേതാക്കന്മാർ അദ്ദേഹത്തെ കേസിൽ കുടുക്കി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സധൈര്യം രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യയുടെ മുഖമായി നേതാവായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമാണ്. കണ്ണൂരിൽ വനിതാ സംഗമ റാലിയുമായി LDF. തളിപ്പറമ്പ് സ്ഥാനാർത്ഥി PK ശ്യാമള, പേരാവൂർ സ്ഥാനാർത്ഥി KK ശൈലജ എന്നിവരാണ് വാഹന പ്രചാരണ ജാഥയുമായി തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമായത്. തളിപ്പറമ്പിൽ നിന്നും മയിൽ വരെ സംഘടിപ്പിച്ച പരിപാടി വ്യത്യസ്തതകൾ കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. തളിപ്പറമ്പ് മണ്ഡലത്തിൽ വ്യത്യസ്തമായ പ്രചരണവുമായാണ് ഇപ്പോൾ LDF മുന്നിട്ടിറങ്ങുന്നത്. ഇത്തരത്തിൽ വനിതാ സംഗമം എന്ന രീതിയിൽ വനിതാ വാഹന പ്രചരണം നടത്തുകയാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PK ശ്യാമള, പേരാവൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KK ശൈലജ എന്നിവർക്കൊപ്പം മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള PK ശ്രീമതിയും ഒപ്പം ചേർന്ന് വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. ആദ്യഘട്ട പ്രചരണങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ് LDF കടന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ LDF വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായാണ് മഹിളാ കൂട്ടായ്മ തളിപ്പറമ്പിൽ ഒത്തുചേർന്നത്. മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതിയും സ്ഥാനാർത്ഥികൾക്കൊപ്പം ചേർന്നു. കടുത്ത മത്സരം നടക്കുന്ന പേരാവൂരിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ പറഞ്ഞു. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ പ്രചരണ രീതികൾ സ്വീകരിക്കുമല്ലോ. ആ കൂട്ടത്തിൽ മഹിളാ അസോസിയേഷന്റെ നേതാക്കളാണ് ഞാനും ശ്രീമതി ടീച്ചറും ശ്യാമള ടീച്ചറെ വിജയിപ്പിക്കുക എന്നുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളെല്ലാം മറന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ LDF പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ചർച്ചയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. पेट्रोल, डीजल, गैस और फर्टिलाइजर जैसे जरूरी सामान की रूटीन सप्लाई प्रभावित हो रही है. गल्फ देशों में करीब 1 करोड़ भारतीय रहते हैं, वहां काम करते हैं. उनके जीवन और आजीविका की सुरक्षा भी भारत के लिए बहुत बड़ी चिंता है. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കരുതെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. പള്ളികളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റിയാണെന്നും ശബരിമല യുവതീ പ്രവേശന കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ബെഞ്ചിന് മുമ്പാകെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചു. അതേസമയം മതം മാറിയവർക്ക് പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് മറ്റൊരു കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടു. രാജ്യത്തെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കുന്ന തരത്തിൽ സുപ്രീം കോടതി ഉത്തരവിറക്കരുതെന്നാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചത്. പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റികളാണ്. ഇക്കാര്യം കോടതി ഇടപെട്ട് തീരുമാനിക്കുന്നത് ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരം ലഭിക്കുന്ന സംരക്ഷണങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാകുമെന്നും ബോർഡ് വ്യക്തമാക്കി.
ശബരിമല യുവതീ പ്രവേശന കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി എഴുതി നൽകിയ വാദത്തിലാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിവിധ മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങളിൽ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ വിശദമായ വാദം ആരംഭിക്കും. അതേസമയം മതപരിവർത്തനം ചെയ്താൽ പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന മറ്റൊരു കേസിൽ സുപ്രീം കോടതി നിർണായക ഉത്തരവിറക്കി. ഹിന്ദു പട്ടികജാതിയിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്ന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഹിന്ദു, സിഖ്, ബുദ്ധമതക്കാർക്ക് മാത്രമേ പട്ടികജാതി പട്ടികവർഗ പദവി അവകാശപ്പെടാൻ കഴിയൂ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സമാധാനത്തിലേക്ക് എത്താൻ ഇറാന് ഒരവസരം കൂടി നൽകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇറാനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലം നെതന്യാഹു ട്രംപിനോട് വിശദീകരിച്ചിരുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരായ സൈനിക നടപടിക്ക് ട്രംപ് നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നുവെന്നും ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ മേഖലയിൽ സൈനിക വിന്യാസം നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അമേരിക്കയുടെ ഒത്തുതീർപ്പ് സന്ദേശം ലഭിച്ചെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ. ഇറാനെതിരായ നീക്കങ്ങളിൽ നിന്ന് 5 ദിവസത്തേക്ക് നിർത്തിവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം നിലനിൽക്കെ സൗദി അറേബ്യയ്ക്ക് നേരെ ഇന്നും ഇറാന്റെ വ്യാപക ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. ഇന്ന് ചൊവ്വാഴ്ച പുലർച്ചെയും രാവിലെയുമായി സൗദിയുടെ പ്രവിശ്യ ലക്ഷ്യമിട്ടെത്തിയ 39 ഡ്രോണുകളെ സൗദി പ്രതിരോധ സേന വിജയകരമായി തകർത്തു കളഞ്ഞു. കുവൈറ്റിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് എതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ അവശിഷ്ടങ്ങൾ പതിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 7 ഓവർഹെഡ് വൈദ്യുതി ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതേ തുടർന്ന് ഇവയുടെ പ്രവർത്തനം നിർത്തിവെച്ചതായും ജലവൈദ്യുതി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ ഭാഗികമായി വൈദ്യുതി തടസ്സം നേരിട്ടതായും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് എഞ്ചിനീയർ ഫാത്തിമ ജവഹർ ഹയാത്ത് പറഞ്ഞു. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുവരികയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ വ്യോമപാത അടച്ചതിനെ തുടർന്ന് റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ടിക്കറ്റിന്റെ മുഴുവൻ തുകയും 15 ദിവസത്തിനകം തിരികെ നൽകണമെന്ന് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അധികൃതർ. ഇത് അനുസരിച്ച് ടിക്കറ്റ് വിലയുടെ ഏതെങ്കിലും ഭാഗം ഉപയോഗിക്കാതെ തുടരുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണമായും റീഫണ്ടിനോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഭാഗത്തിന്റെ മുഴുവൻ തുകയും തിരികെ ലഭിക്കാനും യാത്രക്കാർക്ക് അവകാശം ഉണ്ടായിരിക്കും. ഫ്ലൈറ്റുകൾ പുനഃക്രമീകരിക്കാനോ യാത്രാ വൗച്ചറുകൾ സ്വീകരിക്കാനോ ടിക്കറ്റ് വില എയർലൈൻ ക്രെഡിറ്റാക്കി മാറ്റാനോ യാത്രക്കാരെ നിർബന്ധിക്കുവാൻ പാടുള്ളതല്ല. യാത്രയുമായി ബന്ധപ്പെട്ട് യാത്രക്കാർ നടത്തിയ ഹോട്ടൽ ബുക്കിംഗുകൾക്കും അധിക ലഗേജിനും ഇൻഷുറൻസിനും ഉൾപ്പെടെയുള്ള മറ്റ് ടൂറിസ്റ്റ് സേവനങ്ങൾക്കും റീഫണ്ട് ലഭിക്കാൻ യാത്രക്കാർ അർഹത ഉണ്ടായിരിക്കും. കുവൈറ്റിലെ പ്രധാന വൈദ്യുതി വിതരണ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ആകാശത്ത് വെച്ച് ഇവ തകർത്തതിനെ തുടർന്ന് മിസൈൽ അവശിഷ്ടങ്ങൾ വീണാണ് രാജ്യത്തെ 7 പ്രധാന വിതരണ ലൈനുകൾ പ്രവർത്തനരഹിതമായതെന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നു. വിതരണ ശൃംഖല തകരാറിലായതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗികമായി വൈദ്യുതി മുടങ്ങിയെങ്കിലും നിലവിൽ സാഹചര്യം പൂർണ്ണ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രാലയ വക്താവ് എഞ്ചിനീയർ ഫാത്തിമ ജവാഹർ ഹയാത്ത് അറിയിച്ചു. അതേസമയം രാജ്യത്ത് ഷെഡ്യൂൾഡ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പഴയ വാർത്തകളാണെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. യുഎഇയിൽ കനത്ത മഴ 2 ദിവസമായി തുടരുന്ന അസ്ഥിര കാലാവസ്ഥ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. രാജ്യത്ത് പലയിടങ്ങളിലും ഇടിയോടുകൂടിയ ശക്തമായ മഴ ലഭിച്ചു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അജ്മാനിലെ അൽമനാമയിൽ 93.3 മില്ലിമീറ്റർ മഴ ലഭിച്ചതായി കാലാവസ്ഥാ കേന്ദ്രം രേഖപ്പെടുത്തി. അബുദാബി, അൽ ദഫ്ര, അൽ വദ്ഭ എന്നിവിടങ്ങളിലും മുഹമ്മദ് ബിൻ സായിദ് സിറ്റി, അൽ റുവൈസ് എന്നിവിടങ്ങളിലും കനത്ത മഴയാണ് പെയ്തത്.
വിദേശത്തായിരിക്കെ റെസിഡൻസ് പെർമിറ്റ് കാലാവധി കഴിഞ്ഞവർക്കും പിഴ കൂടാതെ UAE-യിലേക്ക് മടങ്ങി വരാമെന്ന് ദുബായിലെ താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു. ഫെബ്രുവരി 28-നോ അതിനുശേഷമോ വിസ കാലാവധി തീർന്നവർക്ക് മാർച്ച് 31 വരെ പുതിയ എൻട്രി പെർമിറ്റ് ഇല്ലാതെ തന്നെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയുണ്ടാവും. താമസ നിയമങ്ങൾ ലംഘിച്ചവർക്ക് പിഴയില്ലാതെ രാജ്യം വിടാനുള്ള ഇളവുകളും ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും യാത്രക്കാർക്ക് മികച്ച സേവനവും യാത്രാ സൗകര്യവും ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ സന്നദ്ധമാണെന്നും വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ഒരു രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. നിലവിലെ ആഗോള യാത്രാ തടസ്സങ്ങൾ കണക്കിലെടുത്ത് പൗരന്മാർക്കും താമസക്കാർക്കും ഒരുപോലെ കരുതലേകുന്ന മാനുഷിക പരിഗണന മുൻനിർത്തിയാണ് ഈ നടപടി. ഏപ്രിൽ മാസം ജിദ്ദയിൽ നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര സഹകരണ വളർച്ചാ ഉച്ചകോടി മാറ്റിവെച്ചതായി സൗദി അറേബ്യൻ സാമ്പത്തിക ആസൂത്രണ മന്ത്രാലയം അറിയിച്ചു. വേൾഡ് എക്കണോമിക്സ് ഫോറവുമായി ഏകോപിച്ചാണ് ഏപ്രിൽ 22-23 തീയതികളിൽ നിശ്ചയിച്ചിരുന്ന ഈ സുപ്രധാന സമ്മേളനം പുനഃക്രമീകരിക്കാനായി തീരുമാനമായത്. നിലവിലെ പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കാനും ആഗോളതലത്തിൽ ഉചിതമായ സ്വാധീനം ചെലുത്താനും അനുയോജ്യമായ മറ്റൊരു സമയത്ത് ഇത് നടത്തുന്നതാണ് നല്ലതെന്ന് മന്ത്രാലയം നിരീക്ഷിച്ചു. സൗദിയിലെ യാംബുവിൽ 16ാമത് പുഷ്പോത്സവത്തിന് ഇന്നു മുതൽ തുടക്കമായി. യാംബു റോയൽ കമ്മീഷനിലെ യാംബു ജിദ്ദ ഹൈവേ റോഡിനോട് ചേർന്ന അൽ മുനാസബാത്ത് ഉദ്യാനത്തിലാണ് മേള നടക്കുന്നത്. ഏപ്രിൽ 23 വരെ നീണ്ടു നിൽക്കുന്ന മേള എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 12 വരെയാണ് പ്രവർത്തിക്കുക. 5 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. കൂടാതെ 20 റിയാലിന്റെ സീസൺ ടിക്കറ്റും ലഭ്യമാണ്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. യാംബു റോയൽ കമ്മീഷന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മേള നഗരിയിലേക്ക് എത്താൻ സൗജന്യ ബസ് സർവീസും ഒരുക്കിയിട്ടുണ്ട്. പൂക്കളുടെ മനോഹരമായ കാഴ്ചകൾ, വിശാലമായ പുഷ്പ പരവതാനികളുമായാണ് പ്രധാന ആകർഷണം. പൂച്ചട്ടികളുടെയും വിത്തുതൈകളുടെയും പ്രദർശനവും വിൽപ്പനയും ഇവിടെയുണ്ട്. സംസ്ഥാനത്ത് പാചകവാതകക്ഷാമം പരിഹരിക്കാനുള്ള താൽക്കാലിക നടപടികൾ സ്വീകരിച്ചിട്ടും പ്രതിസന്ധി തുടരുകയാണ്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. വിറകടുപ്പിലേക്ക് മാറിയവർക്ക് ആശങ്കയായി വിറകിന്റെ വിലയിലും വർധനവുണ്ടായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത പാചകവാതക ക്ഷാമം സംസ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. ക്ഷാമത്തെ നേരിടുന്നതിനായി പല താൽക്കാലിക നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമാകാത്ത അവസ്ഥ. ആദ്യഘട്ടത്തിൽ പൂട്ടിയ പല ഹോട്ടലുകളും ഇപ്പോഴും തുറന്നിട്ടില്ല. മറ്റുള്ളവ ഇൻഡക്ഷൻ അടുപ്പുകളിലേക്കും വിറകടുപ്പുകളിലേക്കും മാറിയിട്ടുണ്ട്. എങ്കിലും എത്ര നാൾ ഇത്തരത്തിൽ തുടരാനാകുമെന്ന ആശങ്കയാണ്. വിറകിന്റെ ഡിമാൻഡ് കൂടിയതോടെ വിപണിയിൽ വലിയ വിലയാണ് ഈടാക്കുന്നത്. പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. വലിയ കുറ്റികൾ ലഭിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ചെറിയ കുറ്റികളെങ്കിലും ഉപയോഗിക്കാനുള്ള അനുവാദം ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ തലത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഗ്യാസിൻ്റെമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരേനെ ഇതിനുള്ള അനുവാദം തന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇതുപോലെ ഗ്യാസ് ഇതിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഹോട്ടലുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. വിറക് കിട്ടാൻ വില കൂടുതലാണ്. വിറക് സാധാരണ വിറവിന് പകുതി വിലയായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ഇരട്ടി വിലയായി മാറിയിട്ടു. ഇപ്പോൾ കിലോയ്ക്ക് 12-13 രൂപ വിലയുണ്ട്. അങ്ങനെയല്ല, ഗ്യാസിൻ്റെ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ നമുക്ക് വിറകിലോട്ട് മാറേണ്ടി വന്നു. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് തീ അടിക്കണം, പുക അടിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ എൻ്റെ അടുത്ത് കൂടെ നിൽക്കാനും ഒക്കില്ല. പല ഹോട്ടലുകളിലും മെനു വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ഇനിയും ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമെന്ന് വ്യാപാരികൾ പറയുന്നു. എല്ലാം ഗ്യാസിലൂടെയും പിന്നെ ഇൻഡക്ഷൻ അങ്ങനെയുള്ള സാധനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഉപയോഗിച്ച് കത്തിക്കാനൊക്കെ വലിയ പാടാണ്. നമ്മുടെ സ്റ്റാഫുകളെല്ലാം ഒരു പ്രത്യേക സ്റ്റൈലിൽ ഗ്യാസ് ഉപയോഗിച്ച് നിന്നിരുന്ന സമയത്ത് ഇപ്പോൾ ഇവർ അത്രത്തോളം തൃപ്തരല്ല. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്, കാറ്ററിംഗ് എന്നിവരെ അവശ്യ വിഭാഗങ്ങളുടെ കൂടെ പരിഗണിച്ച് 20% പാചകവാതകം അനുവദിക്കാൻ തീരുമാനമുണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമാകാത്ത സ്ഥിതിയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടറുകൾ ബുക്ക് ചെയ്ത ദിവസങ്ങൾ പലത് കഴിഞ്ഞും കിട്ടാത്ത അവസ്ഥയും സംസ്ഥാനത്തുണ്ട്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സംസ്ഥാനത്തെ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും പൂർണ്ണമായി പൂട്ടുവീഴാനുള്ള സാധ്യതയാണുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. കോടതി അലക്ഷ്യ ഹർജി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഉത്തരവ്. 2017 സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് സഭാ തർക്കം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെ പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള ഉത്തരവ് വന്നിരുന്നു. വ്യക്തി അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ മോഹൻലാൽ നൽകിയ ഹർജിയിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതി.
തന്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വെള്ളിയാഴ്ച കേസ് വീണ്ടും കോടതി പരിഗണിക്കും. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാജ വീഡിയോ നിർമ്മിക്കുന്നതായും തന്റെ ശബ്ദവും ചിത്രവും അനുമതിയില്ലാതെ വാണിജ്യോദ്ദേശത്തോടെ ഉപയോഗിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി നടൻ മോഹൻലാൽ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചു. വ്യക്തിപരമായ അവകാശങ്ങൾ ഹനിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണുള്ളതെന്ന് മോഹൻലാലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ചിത്രങ്ങളും വീഡിയോകളും ശബ്ദവും ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്ന എല്ലാ ലിങ്കുകളും രേഖപ്പെടുത്തി പുതിയ അപേക്ഷ നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അതിനിടെ കേസ് ഡൽഹി ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നതല്ലെന്ന് മെറ്റയുടെ അഭിഭാഷകൻ വാദിച്ചു. മോഹൻലാലും കേസിലെ മറ്റ് കക്ഷികളും ഡൽഹിക്ക് പുറത്തുള്ളവരാണെന്നും മെറ്റ കോടതിയെ അറിയിച്ചു. കേസിൽ വെള്ളിയാഴ്ച വീണ്ടും വാദം കേൾക്കും. നേരത്തെ സമാനമായ ആവശ്യമുന്നയിച്ച് ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ, അനിൽ കപൂർ, ചില ക്രിക്കറ്റ് താരങ്ങളും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സുരക്ഷിതവും സുസ്ഥിരവുമായ ജലപരിപാലനം വീടുകളിലൂടെ സാധ്യമാക്കുന്ന വേവ് ഓഫ് ചേഞ്ച് പദ്ധതിക്ക് തുടക്കമായി. കൊല്ലം അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ്, മാതാ അമൃതാനന്ദമയി മഠം, യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സമഗ്ര ജലപരിപാലന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ലോക ജലദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ തറയിൽക്കടവിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് പ്രിൻസിപ്പൽ ഡോക്ടർ M. രവിശങ്കർ നിർവഹിച്ചു. ശ്രീ വ്യാസ സ്മാരക അരയ ജനസഭ കരയോഗം സെക്രട്ടറി ഉദയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സിലെ അധ്യാപകർ ക്ലാസുകളെടുത്തു. സുരക്ഷിതവും സുസ്ഥിരവുമായ ജലപരിപാലനം വീടുകളിലൂടെ എന്ന ആശയവുമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയിലൂടെ സുസ്ഥിര ജലപരിപാലനത്തിൽ മാറ്റം സൃഷ്ടിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 19 സീസണിന് തുടക്കം കുറിക്കാൻ ഇനി 4 നാൾ മാത്രമാണ് ബാക്കി. ടീമുകളെ ആശങ്കയിലാക്കി സൂപ്പർ താരങ്ങളുടെ പരിക്ക്. സാം കരനും നദാൻ എലിസും ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് പകരം പുതിയ താരങ്ങൾ എത്തി. ശനിയാഴ്ച വൈകിട്ട് RCBയും SRHും തമ്മിൽ ആണ് ആദ്യ പോരാട്ടം നടക്കുക. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.